Welcome to Dev Creates. Like, share, subscribe, and press the bell icon also. ഹായ് ഗായ്സ്, അപ്പം ഇന്നെൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം മോസ്റ്റ്ലി ഇടുന്ന വീഡിയോസ് എല്ലാം വ്ളോഗ്സ്, ഫുഡ് വ്ളോഗ്സ്, ട്രാവലിംഗ് അതൊക്കെ കുറിച്ചല്ലേ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. അമ്മയുടെ കുറച്ച് ട്യൂഷൻ്റെ പഠിപ്പിക്കുന്നതിനെയൊക്കെ കുറിച്ച് ഞാനിടാം. അമ്മ 10th CBSE മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. അപ്പം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് CBSEയുടെ ക്ലാസ് 10ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ക്ലാസ്. പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞതെന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരമായിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻസിലിട്ടിരുന്നാൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ റിയൽ നമ്പേഴ്സാണ് ചാപ്റ്റർ ഇപ്പോൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്കിപ്പോൾ എക്സാമൊക്കെ ആവാറായിട്ടുണ്ട്, മോഡൽ എക്സാംസ് നടക്കുകയാണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് ഫസ്റ്റ് ചാപ്റ്റർ. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബ്രീഫായിട്ട് പറയുകയാണ്, ജസ്റ്റ് അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഫസ്റ്റ് അതിനകത്ത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ തിയറം അത് അറിയാമല്ലോ. എന്താണ് ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറയുമ്പോൾ, എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് as a product of primes, and this factorization is unique apart from the order in which the prime factors occur. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് കോമ്പോസിറ്റ് നമ്പേഴ്സിനെ എല്ലാം നമുക്ക് പ്രൈം ഫാക്ടേഴ്സായിട്ട് നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? ഏതൊരു കോമ്പോസിറ്റ് നമ്പറെ നമ്മൾക്ക് പ്രൈം ഫാക്ടേഴ്സായിട്ട് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2 × 3 × 5 × 7. ഓക്കെ, ഒരു കോമ്പോസിറ്റ് നമ്പറിൻ്റെ ഫാക്ടറൈസേഷനാണത്. ഇതിന് പിന്നെന്താണ്, എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ്. അതിൻ്റെ ഓർഡർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇതിന് നമുക്ക് 3 × 5 × 7 × 2 എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാണ് അതിനകത്ത് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം അടുത്തതിനകത്ത് CM ഉം HCF ഉം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്, പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട്. അപ്പോൾ അതിൽ LCM കണ്ടുപിടിക്കുന്നതിന് എങ്ങനെയാണ്, പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ് എന്നാണ് LCM. HCF എന്ന് പറഞ്ഞാലോ, പ്രോഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഓഫ് ദ നമ്പേഴ്സ് എന്നാണ്. ഓക്കെ, അത് വേണമെങ്കിൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ ഇപ്പോൾ 96 ഉം 404 ആണ് നമ്പേഴ്സ് എന്ന് വയ്ക്കുക. ഈ നമ്പേഴ്സിൻ്റെ LCM ഉം HCF ഉം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇനി 96ൻ്റെയും 404ൻ്റെയും LCM ഉം HCF ഉം കാണുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എക്സാമ്പിൾ പറഞ്ഞു തരാം, അപ്പോൾ മനസ്സിലാവും. 96ൻ്റെ ഫാക്ടേഴ്സ് ആദ്യം എഴുതുക, പിന്നെ 404ൻ്റെയും ഫാക്ടേഴ്സ് എഴുതുക. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാലോ, അത് ഞാൻ ജസ്റ്റ് ഈ സൈഡിലൊന്ന് കാണിച്ചു തരാം. 96 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2 4s are 8, 2 8s are 16, 2 2s are 4, 2 4s are 8. ഇനിയും 2 കൊണ്ട് 2 1s are 2, ഇനിയും 2 കൊണ്ട് 2 6s are 12, 2 3s are. അപ്പോൾ 1 2 3 4 5, 2 raised to 5 ഇൻറ്റു പിന്നെ ഒരു 3. അതുപോലെ 404ൻ്റെ എങ്ങനെ ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ചെയ്യാം. 2 0 2, പിന്നെ നമുക്ക് പിന്നെയും 2 കൊണ്ട് ചെയ്യാം. 1 0 1, ഇത്രയേ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 raised to 2 ഇൻറ്റു 101. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഫാക്ടേഴ്സ് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ LCM ഉം HCF ഉം കണ്ടുപിടിക്കണം. അതേമാതിരി HCF കണ്ടുപിടിക്കാം. HCF എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. ഇതിനകത്ത് കോമൺ ഫാക്ടർ നോക്കുക. രണ്ടിലും കോമൺ ഫാക്ടർ ഏതാണ് നോക്ക്. ഇതിൽ 2ഉം 3ഉം ആണ്, ഇതിൽ 2ഉം 101ഉം ആണ്. അപ്പോൾ കോമൺ വരുന്നത് 2 ആണ് രണ്ടിലും വരുന്നത്, അല്ലേ? അതിൻ്റെ സ്മോളസ്റ്റ് പവർ, ഹയസ്റ്റ് കോമൺ ഫാക്ടറിന് ഈ കോമൺ ആയിട്ടുള്ള ഫാക്ടറിൻ്റെ, രണ്ടിലെയും കോമൺ ഫാക്ടറിൻ്റെ സ്മോളസ്റ്റ് പവർ എടുക്കുക. അതായത് ഇവിടെ 2 raised to 2, ഇത് മാത്രമേ ഉള്ളൂ. അതായത് 2 × 2 4 ആണ്. അപ്പോൾ HCF. LCM എന്ന് പറഞ്ഞാലോ, പ്രോഡക്റ്റ് ഓഫ് ദ
ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. ഇതിനകത്തെല്ലാം ഉള്ള നമ്പേഴ്സ് എടുക്കുക, എല്ലാ ഫാക്ടേഴ്സും എടുക്കുക. 2 ഉണ്ട്, 3 ഉണ്ട്, 101 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 101 ഉണ്ട്. അതിൻ്റെ എന്താണ് ഗ്രേറ്റസ്റ്റ് പവറാണ്. അപ്പോൾ 2വിൻ്റെ ഇതിൽ ഗ്രേറ്റസ്റ്റ് പവർ ഏതാണ്? 2⁵5 ആണ്. 3 അത് മാത്രമേ ഉള്ളൂ, 101 അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. അതാണ് അതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പം അടുത്തത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു റിലേഷനോട് പഠിച്ചു വയ്ക്കുക. LCM ഇൻറ്റു HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അതായത് രണ്ട് നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ്, നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിൾ ഉണ്ടല്ലോ, ഇത് എയും ബിയും ആണെങ്കിൽ അതിൻ്റെ LCM HCM കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് HCF വന്നിട്ടുണ്ട്. HCF ഓഫ് 96 ആൻഡ് 404 ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. നമ്പേഴ്സ് എ ഈസ് ഈക്വൽ ടു 96, ബി ഈസ് ഈക്വൽ ടു 404 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? LCM ഓഫ് എ കോമ ബി അല്ലേ? അതായത് LCM ഓഫ് ഇവിടെ എ കോമ ബി എന്താണ്? 96, 404 ഇൻറ്റു HCF എത്രയാണ് പറഞ്ഞേക്കുന്നത്? 4 ആണ്. അവിടെ 4 ഇട്ട് കൊടുക്കുക. ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി, അതായത് 96 ഇൻറ്റു 404. ഓക്കെ, ഇതിന് LCM എങ്ങനെ കണ്ടുപിടിക്കാം? LCM ഞാൻ ഈ ബ്രാക്കറ്റിൽ ഇത് എഴുതുന്നില്ല. LCM ഈക്വൽ ടു 96 ഇൻറ്റു 404. ഈ 4 താഴെ വരുമ്പോൾ ഡിവൈഡ് ബൈ 4 എന്നാവും. ഓക്കെ, താഴെയല്ല, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് റൈറ്റിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അതറിയാമല്ലോ. എൻ്റെ ആൻസർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9696 എന്ന് വരും. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ എക്സസൈസ് 1-നകത്ത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തേക്കുന്നത്. വേരിഫൈ ചെയ്യാൻ കാണും. LCM HCF കണ്ടുപിടിച്ചിട്ട് അത് വേരിഫൈ ചെയ്യാനായിട്ട് കാണും. അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് 1-ൽ കൊടുത്തേക്കുന്നത്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ. റാഷണൽ നമ്പേഴ്സ് അറിയാമല്ലോ. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ്. വേർ Q എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറാഷണൽ അല്ല, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറാഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ √2, √3 ഇങ്ങനെയൊക്കെയുള്ളത് ഇറാഷണൽ നമ്പേഴ്സാണ്. ഇതൊന്നും നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു തിയറം ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താണ്? ലെറ്റ് P be a prime number if P divides a square, then P divides A, where A is a positive integer. P ഒരു പ്രൈം നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഇത് പഠിച്ചു വയ്ക്കുക. ഇത് വെച്ചിട്ടാണ് അടുത്ത നമ്മുടെ പ്രൂഫൊക്കെ ചെയ്യുന്നത്. ഡിവൈഡ്സ് എ സ്ക്വയർ, ദെൻ P divides A, where A is a പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, അടുത്തത് അതാണ് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ അതിനകത്ത് വരുമ്പോൾ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അടുത്തത്. അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. √2 ഈസ് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് എക്സാമിന് കാണാൻ ചാൻസ് ഉള്ളതാണ്. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം ലെറ്റ് us assume to the contrary that എന്താണ്? √2 ഈസ് റാഷണൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് √2 ഈസ് റാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യും, റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ റാഷണൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, P/Q ഫോമിലായിരിക്കും. അതായത് നമ്മൾ √2-ന് R/S എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, R/Sന് ഇപ്പോൾ കോമൺ ഫാക്ടേഴ്സ് വേറെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ 36/26 എന്നാണെന്ന് വയ്ക്കുക. ഓക്കെ, ഇതിൽ നോക്ക് കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ? 2 ഉണ്ട്. കണ്ടോ? 2 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് നോക്ക്. 18/13 എന്ന് എഴുതാൻ പറ്റും. ഇതിൽ കണ്ടോ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. ഇത് കണ്ടോ? ഇതിൽ നമ്മൾ കോമൺ ഫാക്ടർ ഉണ്ടായിരുന്ന 2 ആണ്. ആ 2 നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് കണ്ടോ 18/13 എന്ന് എഴുതി. അപ്പോൾ ഇതിന് ഇനി കോമൺ ഫാക്ടർ ഒന്നും ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയുള്ളതിനാണ് കോപ്രൈംസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ആ കോമൺ ഫാക്ടറൊക്കെ മാറ്റിയിട്ട് നമ്മൾ കോ പ്രൈംസ് ആയിട്ട് എഴുതുകയാണ്. അതിന് പകരം നമ്മൾ ഈ ഒരു നമ്പർ നമ്മൾ അതിന് A/B എന്ന് കൊടുക്കുക. ഇതാണ് എയും ബിയും കോ പ്രൈംസ് ആണ്. ഓക്കെ, അപ്പോൾ √2 = A/B എന്ന് നമ്മൾ കൊടുക്കുക. വേർ A and B ആർ കോ പ്രൈം. എന്നിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. B × √2 = A. ഈ സ്റ്റെപ്പുകളെല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഇതേ മോഡൽ തന്നെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും എന്താണ്, സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ √2ൻ്റെ സ്ക്വയർ 2, 2 × B² = A² എന്ന് വരും. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു തിയറം എഴുതേണ്ടത്. എന്താണ്? P ഡിവൈഡ്സ് A² ദെൻ P ഡിവൈഡ്സ് A എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്, 2 ഡിവൈഡ്സ് A² എന്ന് വന്നു. അതെങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഇവിടെയാണ് ആ തിയറം എഴുതേണ്ടത്. തിയറം നോക്ക്, P ഡിവൈഡ്സ് A² ദെൻ P ഡിവൈഡ്സ് A അല്ലേ. അപ്പോൾ നോക്ക്, ഇവിടെ നോക്ക്, 2 ഡിവൈഡ്സ് A² എന്ന് കിട്ടും. അതായത് P ഡിവൈഡ്സ് ഒരു പ്രൈം നമ്പർ, P ഡിവൈഡ്സ് A² ആണെങ്കിൽ P ഡിവൈഡ്സ് A ആണ്. ഇവിടെ എങ്ങനെയാണ് 2 ഡിവൈഡ്സ് A² എന്ന് വരുന്നത്? നോക്ക്, ഇതിൽ നമുക്ക് B² = A²/2 എന്ന് എഴുതിക്കൂടെ? അത് നോക്ക്, 2 ഡിവൈഡ്സ് A². അപ്പോൾ 2 ഡിവൈഡ്സ് A² ആണെങ്കിൽ എന്തായിരിക്കും? ദെൻ 2 ഡിവൈഡ്സ് A, 2 ഡിവൈഡ്സ് A എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ A = 2C. ഒരു വേറൊരു ഇൻറ്റിജർ C എടുത്തു. A = 2C എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ സ്ക്വയർ ചെയ്യും. അതായത് A² = 2C the whole square. A² = 4C² എന്ന് വരും. A² നമ്മൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 2B² = 4C². ഓക്കെ, ഇതിൽ നിന്ന് B² = എന്ത് വരും? ഈ 2 താഴെ വരുമ്പോൾ എന്ത് പറ്റും? ഈ 2 4 ക്യാൻസൽ ചെയ്ത് അവിടെ 2C² എന്ന് വരും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിൽ നമുക്ക് C² = B²/2 എന്ന് എഴുതിക്കൂടെ? ഇതിൽ നിന്ന് C² = B²/2 എന്ന് എഴുതാം. അതായത് എന്താണ്, നേരത്തെ എഴുതി അതേ സെയിം തിയറം വന്നു. 2 ഡിവൈഡ്സ് B² ആണെങ്കിൽ എന്താണ്, 2 ഡിവൈഡ്സ് B എന്നും വന്നു. കണ്ടോ? അപ്പോൾ ഇതിൽ നോക്ക്, 2 ഡിവൈഡ്സ് A എന്നൊരെണ്ണം വന്നു, 2 ഡിവൈഡ്സ് B എന്നും വന്നു. അതായത് 2 എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ എയും ബിയെയും ഡിവൈഡ് ചെയ്തേക്കുന്നു അല്ലേ. 2 എന്ന് പറഞ്ഞാൽ ഒരു കോമൺ നമ്പർ. ഇവിടെയും 2 ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഇവിടെയും ബിയെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് എന്താണ്, എയും ബിയും നമ്മൾ കോപ്രൈം ആണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം, അത് കോപ്രൈം അല്ല. അതായത് നമ്മൾ അസ്യൂം ചെയ്ത നമ്മുടെ അസംഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ്, ഇൻകറക്റ്റ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ എന്തായിരുന്നു? √2 റാഷണൽ ആണെന്നാണ് നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ. അപ്പോൾ നമുക്ക് അത് തെറ്റാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, √2 ഈസ് ഇറാഷണൽ എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം ഇത്. അതായത് √2 ഈസ് ഇറാഷണൽ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? √2 ഈസ് റാഷണൽ എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് √2 = A/B എന്ന് കൊടുക്കുക. റാഷണൽ ആകുമ്പോൾ P/Q ഫോമിലായിരിക്കുമല്ലോ എഴുതുന്നത്. A/B, എയും ബിയും കോപ്രൈമാണ്. അങ്ങനെ എഴുതാം. ഇതിട്ട് രണ്ടിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സ്ക്വയർ ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഇതിൽ B² എന്താണ്, A²/2 എന്ന് കിട്ടും. ദാറ്റ് എന്ന് വെച്ചാൽ എന്താണ്, 2 ഡിവൈഡ്സ് A² ആണ്. നമ്മുടെ തിയറം വെച്ചിട്ട് 2 ഡിവൈഡ്സ് A² ആണെങ്കിൽ 2 ഡിവൈഡ്സ് Aയും ആണ്. അത് നമ്മളവിടെ എഴുതി വെച്ചു. അടുത്ത A = 2C എന്നും പറഞ്ഞു. C എന്ന് വെച്ചാൽ വേറൊരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. അടുത്ത നമ്മൾ എഴുതി A = 2C, ഒരു ഇൻറ്റിജറാണ് C എന്ന് വെച്ചാൽ. നമ്മളത് എഴുതിയിട്ട് അതിനെ സ്ക്വയർ ചെയ്തു. അപ്പോൾ A² = 4C² എന്ന് വരും. A² പകരം ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് 2B² നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് C² = B²/2. എഗെയിൻ എന്താണ്, 2 ഡിവൈഡ്സ് B² എന്നുള്ള തിയറം വന്നു. അപ്പോൾ നമുക്ക് 2 ഡിവൈഡ്സ് B² ആണെങ്കിൽ 2 ഡിവൈഡ്സ് ബിയും ആണ് അല്ലേ. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താണ്, കോമൺ ആയിട്ട് 2 എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് എയ്ക്കും ബിക്കും ഡിവൈഡ് ചെയ്യുന്നതായിട്ട് വന്നു. അതായത് കോമൺ ആയിട്ടൊരു നമ്പർ വന്നു. പക്ഷേ നമ്മൾ കോപ്രൈം ആയിട്ടാണ് എടുത്തേക്കുന്നത് എയും ബിയും. അതുകൊണ്ട് കോമൺ നമ്പേഴ്സ് വരില്ല. അപ്പോൾ അത് വന്നത് കാരണം നമുക്ക് എന്ത് പറയാം, നമ്മൾ ചെയ്ത അസംഷൻ എന്ന് പറയുന്നത് റോങ് ആണ്, ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മളെടുത്ത √2 ഇറാഷണൽ ആണെന്നുള്ളത് ഇൻകറക്റ്റ് ആണ്. ദെയർഫോർ √2 ഈസ് ഇറാഷണൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റും.
സെയിം തന്നെ. ഇപ്പോൾ √3 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും സെയിം നമ്മൾ ഇതുപോലെ തന്നെ ഈ മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ √2ഉം √3 ഒക്കെ പറഞ്ഞു. √2 √3 എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രമായിട്ട് അങ്ങനെ സെപ്പറേറ്റ് നിന്നിട്ട് ആ √2 അല്ലെങ്കിൽ √3 അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 5 - √3. ഇതൊക്കെ ടെക്സ്റ്റിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 5 - √3 കേട്ടോ. ഇവിടെ ഒരു 5 - √3 ഈസ് ഇറാഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക, പ്രൂവ് ചെയ്യുക. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് 5 - √3 ഈസ് ഇറാഷണൽ. അപ്പോൾ ഇവിടെ നേരത്തെ √3 മാത്രം അല്ലെങ്കിൽ √2 മാത്രം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ മെത്തേഡ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്താണ്? സെയിം അതുപോലെ തന്നെ അസ്യൂം ചെയ്യുക. എന്താണ്? 5 - √3 ഈസ് റാഷണൽ. ഓക്കെ, റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് റാഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? P/Q ഫോമിലായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ 5 - √3 = A/B എന്ന് നമ്മളങ്ങ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ √3 മാത്രം ലെഫ്റ്റിലിട്ടിട്ട് ബാക്കിയെല്ലാം റൈറ്റിൽ കൊണ്ടുപോവുക. ഓക്കെ, ഇവിടെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. √3 ലെഫ്റ്റിലിട്ട് ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ √3 നമുക്ക് എന്ത് കിട്ടും? = 5 - A/B എന്ന് കിട്ടും ആണല്ലോ. ഇതിനെ നമുക്ക് LCM എടുക്കുമ്പോൾ 5B - A/B എന്ന് വരും. ഓക്കെ, ഇത് നോക്ക്, ഒരു P/Q ഫോമിലായി. കണ്ടോ? P/Q ഫോമിലായി. P/Q ഫോമിലായാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഒരു റാഷണൽ നമ്പർ ആണെന്നാണ് അർത്ഥം അല്ലേ? P/Q ഫോമിലാണെങ്കിൽ എന്താണ്? റാഷണൽ നമ്പർ ആണെന്ന് ആണ് അർത്ഥം. പക്ഷേ നമ്മൾ √3 ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ √3 നമ്മൾ ഇറാഷണൽ ആണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ √3 എന്താണ്? ഒരു റാഷണൽ നമ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അവർ അസംഷൻ ഈസ് ഇൻകറക്റ്റ് എന്ന് എഴുതിയിട്ട് 5 - √3 ഈസ് ഇറാഷണൽ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് 5 - √3 എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? 5 - √3 = AB എന്ന് എഴുതാം. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ചെയ്തിട്ട് ഇവിടെ സ്ക്വയർ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. √3 = A/B എന്ന് എഴുതുക. എന്നിട്ട് ഇതിന് √3 മാത്രം ലെഫ്റ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. നമുക്ക് അത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ √3 ഒരു P/Q ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. P/Q ഫോമിൽ √3 കിട്ടിയാൽ എന്താണ്? നമ്മൾ വിചാരിച്ച അസംഷൻ ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് √3 ഒരു ഇറാഷണൽ നമ്പറാണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും? നമ്മൾ പറഞ്ഞ അസംഷൻ എന്ന് പറയുന്നത് റോങ് ആണ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ട് 5 - √3 ഈസ് ഇറാഷണൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത എക്സർസൈസിൽ ഈ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത എക്സർസൈസിൽ വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് ഒന്നുകൂടെ പറയാം. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടെല്ലാം പറഞ്ഞതാണ്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ തിയറി ഓഫ് അരിത്തമെറ്റിക് ആണ്. അത് ടെക്സ്റ്റിലുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫണ്ടമെൻ്റൽ തിയറി ഓഫ് അരിത്തമെറ്റിക് നോക്കുക. പിന്നെ അതിനകത്ത് വരുന്ന LCMഉം HCFഉം പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ LCMൻ്റെയും HCFൻ്റെയും ഒരു റിലേഷനുണ്ട്. അതായത് LCM × HCF = പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഫണ്ടമെൻ്റൽ തിയറം LCM HCF. അതിനുശേഷം ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് √2 അല്ലെങ്കിൽ √3 അല്ലെങ്കിൽ √5 അത് മാത്രം തന്നിട്ട് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു തിയറം വെച്ചിട്ടാണ്. ഇഫ് P ഡിവൈഡ്സ് A² then P ഡിവൈഡ്സ് A എന്നുള്ളൊരു തിയറം ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ √2 എന്ന് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യും. അതായത് കോപ്രൈം A/B എന്ന് കൊടുത്തിട്ട് അതിന് സ്ക്വയർ എടുക്കുക. 2 ഡിവൈഡ്സ് A എന്ന് കിട്ടും. അടുത്തത് ചെയ്യുമ്പോൾ 2 ഡിവൈഡ്സ് B എന്ന് കിട്ടും. അപ്പോൾ ഈ 2 രണ്ടിനും ഒരു കോമൺ നമ്പറായിട്ട് വന്നു. കോപ്രൈമിൽ കോമൺ നമ്പേഴ്സ് വരത്തില്ല, കോമൺ ഫാക്ടേഴ്സ് വരത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മൾ അസ്യൂം ചെയ്യുന്നത് റോങ് ആണെന്ന് എഴുതിയിട്ട് √2 ഈസ് ഇറാഷണൽ എന്ന് എഴുതാൻ പറ്റും. അടുത്ത എന്ന് വെച്ചാൽ 5 - √3 അല്ലെന്നുണ്ടെങ്കിൽ 3 × √2 അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? 5 - √3 ഈസ് റാഷണൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് റാഷണൽ നമ്പേഴ്സ് ആകുമ്പോൾ P/Q ഫോമിൽ എഴുതുക. 5 - √3 = A/B എന്ന് കൊടുക്കുക. എന്നിട്ട് √3
മാത്രം, അതായത് റൂട്ട് വരുന്ന നമ്പർ മാത്രം ലെഫ്റ്റ് എടുത്തിട്ട് ബാക്കിയെല്ലാം റൈറ്റിലാക്കുക. റൈറ്റിലാക്കുമ്പോൾ നമുക്ക് P/Q ഫോമിലായിരിക്കും കിട്ടുന്നത്. പക്ഷേ √3 ഇറാഷണൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. √3 ഇറാഷണൽ ആണ്. അപ്പോൾ ഈ P/Q ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ എടുത്ത അസംഷൻ എന്താണ്? തെറ്റാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് 5 - √3 ഇറാഷണൽ എന്ന് എഴുതാൻ പറ്റും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. അപ്പോൾ ഞാനിത് വളരെ ബ്രീഫായിട്ട് കുറച്ച് ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ ഞാൻ എടുത്തു തരാം. നിങ്ങൾ കമൻറ്റിൽ ഇട്ടിരുന്നാൽ മതി, കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇത് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗൈസ്, നിങ്ങളങ്ങനെ അമ്മ പഠിപ്പിച്ചതെല്ലാം കണ്ടല്ലോ. അമ്മ ഇപ്പോൾ പഠിപ്പിക്കുന്നത് 10th ഗ്രേഡ് CBSE മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം ഡിസംബറായി, ക്രിസ്മസ് ഒക്കെ അടുക്കാറായി. എല്ലാവരുടെയും ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ എന്തായി? അപ്പം ക്രിസ്മസ് ആയിട്ട് നിങ്ങളെല്ലാം ക്രിസ്മസ് ട്രീ വെച്ചോ? ഡെക്കറേഷൻസ് വല്ലതും സ്റ്റാർട്ട് ചെയ്തോ? എന്തായാലും ഇനി മുതൽ ഞാൻ എൻ്റെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതെല്ലാവരും കാണണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ. ടിൽ ദെൻ, ബൈ. താങ്ക് യു ആൻഡ് മെറി ക്രിസ്മസ്. താങ്ക് യു.